ഇന്ന് നമ്മൾ ഇവിടെ ഒരു സ്പെഷ്യൽ അരിപ്പായസമാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. 1 കപ്പ് ഉണങ്ങല്ലരി, തേങ്ങാക്കൊത്ത് കുറച്ച്, അണ്ടിപ്പരിപ്പ്, പട്ട, ഏലക്കായ, 1 ലിറ്റർ പാല്, 7 കഷ്ണം ശർക്കരയുടെ പാനി, പിന്നെ തേങ്ങാപ്പാൽ 2 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തത്. അതിൽ ഇളം പാലും തമ്പാലുമായിട്ട് മാറ്റി വയ്ക്കുക. കഴുകി വൃത്തിയാക്കിയ അരി കുക്കറിലിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കുക. 2 വിസിലടിക്കുമ്പോൾ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ അരി നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ഇളം പാൽ ഒഴിക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇളം പാലിൽ കിടന്നിട്ട് ഈ അരി ഒന്ന് വേവട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ഈ ശർക്കരയിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയെടുത്തത്. ഇനി ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് കുറച്ച് നേരം നന്നായി ഇളക്കി ഒരു 10 മിനിറ്റ് അതിൽ കിടന്നിട്ട് വേവട്ടെ. എന്താണെന്ന് വെച്ചാൽ ഈ ശർക്കര അതിലേക്കൊക്കെ അരിയിലേക്ക് പിടിച്ച് ആ ഒരു ടേസ്റ്റ് അരിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് 10 മിനിറ്റ് വേവിക്കുന്നത്. പിന്നെ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പും ഇടണം ഇതിലേക്ക്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ അത് നന്നായിട്ട് കുറുകി വൃത്തിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം എടുത്തു വെച്ച പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങയുടെ 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തിളച്ചതിന് ശേഷം, അധികം തിളക്കരുത്, ഒന്ന് ചൂടായാൽ മതി, എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുക. അതിനുശേഷം അണ്ടിപ്പരിപ്പൊന്ന് ചൂടാക്കി വറുത്തെടുത്തതിന് ശേഷം പിന്നെ തേങ്ങാക്കൊത്തും ഇടുക. തേങ്ങാക്കൊത്തും ഒന്ന് കളർ മാറി വന്നാൽ ഇത് രണ്ടും പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു ട്രഡീഷണൽ പായസമാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. ഇതൊന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുകയും ചെയ്യണം.